നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDF-ൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം. കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണ പോരാട്ടം കടുക്കും. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ്, പ്രതീക്ഷയോടെ BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുക്കി കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ത്രിതല പഞ്ചായത്തുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ നൽകി. KEWSA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PV രാഗേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KMCC വുമൺ ഓഫ് വിഷൻ നേതൃത്വ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. അരയി കാർത്തിക 18ാം വാർഡ് തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് അരയി പാലക്കാൽ CPIM ബ്രാഞ്ച് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDF-ൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നതിൽ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചായിരുന്നു മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പടന്ന ഗ്രാമപഞ്ചായത്തിൽ UDF-ലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയും വലിയ പ്രതിഷേധത്തിൽ കലാശിക്കുകയുമായിരുന്നു. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ വാർഡുകൾ കോൺഗ്രസിന് നൽകുന്നതിൽ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള 13ാം വാർഡ് കോൺഗ്രസിന് നൽകുവാനുള്ള തീരുമാനമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരെ പ്രകോപിതരാക്കിയത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് മുസ്ലിം ലീഗിന്റെ തന്നെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ചൊവ്വാഴ്ച രാത്രി ഉപരോധിച്ചായിരുന്നു പ്രതിഷേധിച്ചത്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡിൽ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളെ തഴഞ്ഞാണ് കോൺഗ്രസിന് സീറ്റ് നൽകിയതെന്നാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്ന ആരോപണം. പഞ്ചായത്തിലെ 2-3 വാർഡുകളും കോൺഗ്രസിന് നൽകുവാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. രാത്രി 2 മണിവരെ യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയും യൂത്ത് ലീഗ് പ്രവർത്തകർ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ചരിത്രമറിയാത്ത ചില പ്രമാണി നേതാക്കൾ കോൺഗ്രസിന് സീറ്റ് അടിയറവ് വെച്ചുവെന്നും വിഷം പുരണ്ട നാവും അധോലോകത്തിന്റെ കയ്യൂക്കുമുള്ള ചില പ്രമാണി നേതാക്കളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും ഇത് സംബന്ധിച്ച വാട്സാപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നു. രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്തവരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്ന ഗൂഢസംഘത്തെ ശക്തമായി എതിർക്കുമെന്നും ലീഗ് പ്രവർത്തകരുടെ കുറിപ്പിലുണ്ട്. തർക്കം രൂക്ഷമായതോടെ പടന്നയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനാവാതെ പ്രതിസന്ധിയിലാണ് UDF. പ്രശ്നത്തിൽ ഏത് രീതിയിൽ പരിഹാരം കാണണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് നേതൃത്വത്തെ കുഴക്കുന്നുണ്ട്. മുന്നണി നേതാക്കൾ വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്നുമാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്.
അതേസമയം 2 ആഴ്ച മുമ്പ് തന്നെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രചരണ രംഗത്ത് LDF സ്ഥാനാർത്ഥികൾ സജീവവുമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണ പോരാട്ടം കടുക്കും. വർഷങ്ങളായി UDF കൈവശം വെച്ചിരിക്കുന്ന കോട്ടയിൽ വിള്ളലുണ്ടാക്കുവാൻ പ്രധാന എതിരാളിയായ BJPക്ക് സാധിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിമതർ രംഗത്തുള്ളത് മുസ്ലിം ലീഗിന് തലവേദന സൃഷ്ടിക്കുന്നതാണ്. ഇത് മുതലെടുത്ത് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് നഗരസഭയിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കുവാനാണ് BJP ലക്ഷ്യമിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന നഗരസഭകളിലൊന്നാണ് കാസർഗോഡ് നഗരസഭ. മുസ്ലിം ലീഗും BJPയും മുഖാമുഖം വരുന്ന കാസർഗോഡ് നഗരസഭയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശക്തമായ പോരാട്ടമാണ് നടക്കാറുള്ളത്. തുടർച്ചയായി 25 വർഷം ഭരണം കൈയാളുന്ന കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണയും വിജയക്കൊടി പാറിക്കുവാനാകുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ കണക്കുകൂട്ടൽ. അതിനായുള്ള എല്ലാ കരുക്കളും നീക്കിയാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനൊരുങ്ങുന്നത്. വികസന തുടർച്ചയ്ക്കായി കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണയും UDFനെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്നും പ്രതിപക്ഷത്തിന് പോലും ഒരു ചെറിയ ആരോപണം പോലും ഉന്നയിക്കുവാൻ പറ്റാത്തത്രയും മികച്ച ഭരണമാണ് നഗരസഭയിൽ മുസ്ലിം ലീഗ് കാഴ്ചവെച്ചതെന്നും മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൽ റഹ്മാൻ KCN ന്യൂസിനോട് പറഞ്ഞു. നിലവിലുള്ള സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗ്. ഇപ്രാവശ്യം 24 സീറ്റുകളെങ്കിലും നേടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. 14 സീറ്റുകളുടെ BJP CPMന് കൊട്ടേഷൻ നൽകി സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് വേണ്ടി BJPയുടെ നാവായി പ്രവർത്തിക്കുന്നത് CPMൻ്റെ നേതാക്കളാണ്. BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ നൽകി BJP അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് CPM നേതാക്കളാണ്. മുസ്ലിം ലീഗിൻ്റെ 2 വാർഡുകളിലെ വോട്ടുകൾ അനാവശ്യമായ പരാതികൾ നൽകി ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് സ്ഥിരതാമസക്കാരായ വോട്ടർമാരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗ്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും വിമതർ രംഗത്തുള്ളത് മുസ്ലിം ലീഗിന് തലവേദന സൃഷ്ടിക്കുന്നതാണ്. നഗരസഭാ ഓഫീസിൽ വോട്ട് ചേർക്കലും ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഹിയറിംഗിനിടെ വിമതരുമായി വാക്തർക്കമുണ്ടാകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ BJPയേക്കാൾ കൂടുതലായി വിമതർ വെല്ലുവിളിയുയർത്തുമ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കുവാനാകുമെന്ന കാര്യം നിർണായകമാണ്. വിമത പ്രശ്നം മുതലെടുത്ത് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് നഗരസഭ പിടിച്ചെടുക്കുവാനാണ് BJP ലക്ഷ്യമിടുന്നത്. മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പടലപ്പിണക്കങ്ങളും വിമതരുടെ സാന്നിധ്യവും അനുകൂലമാക്കി ഭരണം പിടിക്കുവാനായാൽ BJPക്കത് ചരിത്ര നേട്ടമാകും. കഴിഞ്ഞ 25 വർഷമായിട്ടും UDF തന്നെയാണ് ഈ നഗരസഭ ഭരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇത്തവണയില്ല. കാരണം കഴിഞ്ഞ 25 വർഷവും ഞങ്ങൾ പ്രതീക്ഷിച്ച ഇത് തന്നെയാണ്. പക്ഷേ ആരോപണങ്ങൾ വേറെ, വോട്ട് വേറെ എന്നുള്ള രീതിയിലാണ് ആളുകൾ. ഇലക്ഷനിൽ പരമാവധി എല്ലാവരും ജയിക്കുക, ഭരിക്കുക എന്നാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം ജയിക്കുക എന്നുള്ളതാണ്. ഭരിക്കുക എന്നുള്ളത് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം പൂർണ്ണിയട്ടെ എന്ന് എല്ലാവരെയും പോലെ ആഗ്രഹിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. 38 വാർഡുകളുള്ള കാസർഗോഡ് നഗരസഭയിൽ ലീഗിന് 21 സീറ്റും BJPക്ക് 14ഉം LDFന് 1 സീറ്റും ലീഗ് വിമതർക്ക് 2 സീറ്റുകളുമാണുള്ളത്. വാർഡുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് മുന്നണികൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. 17ഓളം വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വാർഡുകളിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. എന്നാൽ മുസ്ലിം ലീഗ് ഇതുവരെയായും ഒരു വാർഡിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് പ്രഖ്യാപനം വൈകുവാൻ കാരണമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുക്കി കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ത്രിതല പഞ്ചായത്തുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ നൽകി. പ്രാദേശിക ഭരണകൂടങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ഭരണകർത്താക്കളെ നിശ്ചയിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരം കടുപ്പിച്ചാണ് വിവിധ സ്ഥാപനങ്ങളിലേക്ക് രാഷ്ട്രീയ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തിവരുന്നത്. 3 മുന്നണികളും പത്രികാ സമർപ്പണത്തിൽ സജീവമാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 14 LDF സ്ഥാനാർത്ഥികളുടെയും UDFലെ ഒരു സ്ഥാനാർത്ഥിയുടെയും പത്രികകൾ ബുധനാഴ്ച സമർപ്പിച്ചു.
പ്രമുഖ രാഷ്ട്രീയ മുന്നണികളുടെ നേതാക്കളും സജീവ പ്രവർത്തകരും വിവിധ സെഷനുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തിയെങ്കിലും പത്രികാ സമർപ്പണത്തിന് മുന്നണി ഭാരവാഹികൾ മാത്രമാണ് എത്തിയത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ ടി രാഗേഷിനാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ KEWSA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PV രാഗേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ KEWSA കാസർഗോഡ് ജില്ലാ സമ്മേളനം കുമ്പളാശ്ശേരി ഗോപാലകൃഷ്ണ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ VV ബാബു നഗറിൽ നടന്നു. രാവിലെ 9 മണിക്ക് ജില്ലാ പ്രസിഡന്റ് രാജു കപ്പണക്കാൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ജില്ലയിലെ സംഘടനാ പ്രവർത്തകരുടെ മികച്ച പ്രകടനവും വിവിധ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്ന പ്രദർശനവും ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് സ്റ്റാളുകൾ കാണുന്നതിനായുള്ള അവസരവും ഒരുക്കിയിരുന്നു. KEWSA സംസ്ഥാന പ്രസിഡന്റ് PV രാഗേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ രൂപം കൊണ്ടു. പക്ഷെ നാം ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നുള്ളൊരു പ്രത്യേകത തന്നെ രാഷ്ട്രീയത്തിന് അതിപ്രസരമുള്ള ഈ കൊച്ചു കേരളത്തിൽ എങ്ങനെ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രവർത്തന മികവ് തന്നെയാണ് എന്നുള്ളതിന്റെ യാതൊരു സംശയവും. ഒരു തൊഴിലാളി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിലാളി സംഘടനയുടെ ഉത്തരവാദിത്വം എന്താ? ആ തൊഴിൽ സംരക്ഷണം നൽകുക എന്നുള്ളത്. ഒട്ടനവധി നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുണ്ട്. KEWSA എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി. എന്നിരുന്നാലും ഒരു സംഘടനയ്ക്ക് ഉത്തരവാദിത്വം വേറെയും ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് സംഘടനയുടെ പ്രവർത്തനം. എന്താണ് സംഘടനയുടെ ഉത്തരവാദിത്വം? സംഘടന എന്ന് പറയുമ്പോൾ സംഘടനക്ക് സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്നുള്ളത്. പല സംഘടനകളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. നൂറുകണക്കിന് സംഘടനകളുണ്ട്, രാഷ്ട്രീയപരമായും അല്ലാതെയുമുണ്ട്. പക്ഷേ KEWSA എന്ന് പറയുന്ന സംഘടന ഇടപെടുമ്പോൾ ഒരു തൊഴിലാളി സംഘടന ഇതേപോലെ സാമൂഹികമായി ഇടപെടുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള ഇടപെടലാണ് 24 പേർ ചേർന്നുകൊണ്ട് രൂപീകരിച്ച സംഘടന ഇന്നും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. സാമൂഹ്യമായി ഇടപെടുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്ന സംഘടന എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചും അതുപോലത്തെ സാമൂഹികമായ ഇടപെടലിനെ കുറിച്ചൊന്നും കാസർഗോഡ് ജില്ലയിലെ എന്റെ പ്രിയ സഹോദരന്മാരോട് പറയേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജില്ലാ പ്രസിഡന്റ് രാജു കപ്പണക്കാൽ അധ്യക്ഷത വഹിച്ചു. ഉൽപ്പന്ന പ്രദർശനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ B ഉദ്ഘാടനം ചെയ്തു. പരപ്പ യൂണിറ്റിലെ ശാന്തകുമാർ ഈശ്വര പ്രാർത്ഥന ആലപിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിദ്യാധരൻ C സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് V അനുസ്മരണവും അനുശോചനവും അറിയിച്ച് സംസാരിച്ചു. സൗജന്യ വയറിംഗ് നടത്തിയ യൂണിറ്റിനുള്ള അവാർഡ് വിതരണവും സംഘടനാ റിപ്പോർട്ട് അവതരണവും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജേഷ് കുമാർ MS നിർവഹിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് മുൻ സംസ്ഥാന പ്രസിഡന്റ് T അനിൽകുമാർ നൽകി സംസാരിച്ചു. വാർഡ് പരിധിയിലെ നിർധന കുടുംബങ്ങൾക്കുള്ള സാന്ത്വന ചികിത്സാ സഹായ വിതരണം KEWSA കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷിബു PP നിർവഹിച്ചു. അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള AV സുകുമാരൻ എൻഡോവ്മെന്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി രജീഷ് MRഉം ക്ഷേമ ഫണ്ട് റിപ്പോർട്ട് ക്ഷേമ ബോർഡ് മെമ്പർ തമ്പാനും അവതരിപ്പിച്ചു. സംഘടനയുടെ വരവ് ചെലവ് കണക്ക് ജില്ലാ ട്രഷറർ അബ്ദുല്ല MM, ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജേഷ് കുമാർ MSഉം അവതരിപ്പിച്ചു.
ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനീത് KV, മുൻ ജില്ലാ പ്രസിഡന്റ് മണി TV, മുൻ ജില്ലാ സെക്രട്ടറി പുരുഷോത്തമൻ TK, മുൻ ജില്ലാ ട്രഷറർ TV കുമാരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സമ്മേളന സംഘാടക സമിതി ജനറൽ കൺവീനർ സതീഷ് കുമാർ ആൽവ നന്ദി രേഖപ്പെടുത്തിയതോടുകൂടി സമ്മേളനത്തിന് സമാപനം കുറിച്ചു. നിലവിൽ സോളാർ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെയാണ് സോളാർ ഫിറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടുന്ന നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും സംസ്ഥാനത്ത് അടുത്ത കാലങ്ങളിലായി അനധികൃത വയറിംഗ് വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്ന പ്രവണതയാണുള്ളതെന്നും ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്നും നിയമ നടപടികൾക്ക് തയ്യാറാകണമെന്നും അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് വയറിംഗ് ജോലികൾ ചെയ്യിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇടപെട്ട് കേസ് ഫയൽ ചെയ്യാൻ നിയമം കൊണ്ടുവരണമെന്നും സിവിൽ എഞ്ചിനീയർമാർ നേരിട്ട് വയറിംഗ് ജോലികൾ ചെയ്യുന്നത് തടയുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നാഷണൽ ഹൈവേയിൽ പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. KSEB വിവിധ സെക്ഷൻ ഓഫീസുകളിൽ വിവിധ നിയമങ്ങൾ ഏകീകരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും അക്ഷയ മുഖാന്തരം നടത്തിവരുന്ന കംപ്ലീഷൻ റിപ്പോർട്ട് കൺസ്യൂമർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഇത് ഒഴിവാക്കി KSEB ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് കിഴക്കുംകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മൂലക്കണ്ടം പ്രഭാകരന് കെട്ടിവയ്ക്കുവാനുള്ള തുക കർഷക സംഘം അജാനൂർ വില്ലേജ് കമ്മിറ്റി നൽകി. വില്ലേജ് സെക്രട്ടറി K. വിശ്വനാഥൻ മൂലക്കണ്ടം പ്രഭാകരന് തുക കൈമാറി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് കിഴക്കുംകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി മൂലക്കണ്ടം പ്രഭാകരന് കെട്ടിവയ്ക്കാനുള്ള തുക കർഷക സംഘം അജാനൂർ വില്ലേജ് കമ്മിറ്റി നൽകി. വില്ലേജ് സെക്രട്ടറി K. വിശ്വനാഥൻ മൂലക്കണ്ടം പ്രഭാകരന് തുക കൈമാറി. ഇതോടനുബന്ധിച്ച് നടന്ന യോഗം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ ജയിക്കുക മാത്രം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നും വളരെ നല്ല ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നാം ഈ രംഗത്തേക്ക് വരേണ്ടത്. പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് അജാനൂർ പഞ്ചായത്തിനകത്ത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യാൻ കഴിഞ്ഞ ബോർഡല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണസമിതി ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം നേട്ടങ്ങൾ അതിന് തുടർച്ചയുണ്ടാകുന്നതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ കുറേക്കൂടി പുരോഗതി കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാധ്യതയും അജാനൂർ കണ്ടുവരുന്നതാണ്. അജാനൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിളകൾ ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെ എല്ലാം അജാനൂർ. അപ്പോൾ കുളവൽ ചീര എന്ന് പറയുന്നതും പോലെ തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ വിളവെടുപ്പ് നടത്തുന്ന കക്കരി ഉൾപ്പെടെയുള്ള വിള എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ അപൂർവമായി കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ആ നിലയിൽ അതുൾപ്പെടെ അതിനാവശ്യമായിട്ടുള്ള നാം വളർത്തിക്കൊണ്ടുവരിക എന്നതോടൊപ്പം തന്നെ മറ്റ് മേഖലകളെല്ലാം നമുക്ക് വികസന കാഴ്ചപ്പാടുകൂടി നമുക്ക് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് വേണ്ടി കഴിയുന്നതായിട്ട് തീർച്ചയായും. V. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശിവജി വെള്ളിക്കോത്ത്, തങ്കമണി വില്ലാരംപതി, N. ഗോപി, ദേവി രവീന്ദ്രൻ, M. V. രാഘവൻ, V. നാരായണൻ, K. മീന എന്നിവർ സംസാരിച്ചു. മൂലക്കണ്ടം പ്രഭാകരൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KMCC വുമൺ ഓഫ് വിഷൻ നേതൃത്വ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. അബുഹൈൽ KMCC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC വനിതാ വിങ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ ശാക്തീകരണ ശില്പശാല വുമൺ ഓഫ് വിഷൻ സംഘടിപ്പിച്ചു. അബുഹൈൽ KMCC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഉയർന്നുവരുന്ന സ്ത്രീ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സ്ത്രീ കൂട്ടായ്മകൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മുൻപന്തിയിൽ വരണമെന്ന് യഹ്യ തളങ്കര ആവശ്യപ്പെട്ടു. ദുബായ് KMCC പ്രവാസി വെൽഫെയർ സൊസൈറ്റി നടപ്പിലാക്കുന്ന വെൽഫെയർ സ്കീം അംഗത്വ ഹംസഫർ പ്രചരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം സംസ്ഥാന വനിതാ KMCC ഉപാധ്യക്ഷ ആയിഷ മുഹമ്മദ് നിർവഹിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ TA ഷാഫി, അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര, മുനീർ അൽ വഫ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. വനിതാ KMCC സംസ്ഥാന നേതാക്കളായ റാബിയ സത്താർ, ആയിഷ മുഹമ്മദ്, റിയാന സലാം, ഷഹീന ഖലീൽ എന്നിവർ സംസാരിച്ചു. വനിതാ KMCC ജില്ലാ പ്രസിഡന്റ് റൈസന നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അസ്മീറ ഷെഹ്സിൻ ചെർക്കള സ്വാഗതവും ട്രഷറർ ഫാത്തിമ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ മുഴുവൻ ബി.ഡി. തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കാഞ്ഞങ്ങാട് ബി.ഡി. ഡിവിഷൻ കമ്മിറ്റി കുടുംബസംഗമം ആവശ്യപ്പെട്ടു. കുടുംബസംഗമം ഡി.വി. അമ്പാടി ഉദ്ഘാടനം ചെയ്തു. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ബി.ഡി. തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കാഞ്ഞങ്ങാട് ബി.ഡി. ഡിവിഷൻ കമ്മിറ്റി കുടുംബസംഗമം ആവശ്യപ്പെട്ടു. കുടുംബസംഗമം ഡി.വി. അമ്പാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു. എല്ലാവരും കുറേശ്ശെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും. 67 വീണ്ടും EMS വന്നു അധികാരത്തിൽ. 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നുവോ അപ്പോഴെല്ലാം പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരിക, ജനങ്ങളെ ഒന്നിച്ചു നിർത്തുക, ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്ന ഒരു തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കുക. അങ്ങനെയാണ് 67-ലെ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്. അങ്ങനെയാണ് എല്ലാവർക്കും ഒരേക്കർ ഭൂമി സൗജന്യമായി നൽകിയത്. അങ്ങനെയാണ് 10 സെന്റ് ഭൂമി കടപ്പാടം, 10 സെന്റ് വളച്ചുകെട്ടി ഭൂമി, അവരെ കടപ്പാടം ഉള്ള സ്ഥലങ്ങൾ 10 സെന്റ് ചുറ്റും വളച്ചുകെട്ടി അവരെ സ്വന്തമാക്കുക എന്ന നയം കൊണ്ടുവന്നു. അതിന്റെ നിയമം കൊണ്ടുവന്നു. അങ്ങനെ കടപ്പാടം സ്വന്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഡിവിഷൻ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. KP നാരായണൻ, KP ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡിവിഷൻ സെക്രട്ടറി ടി കമലം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരയി കാർത്തിക 18-ാം വാർഡ് തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് അരയി പാലക്കാൽ CPIM ബ്രാഞ്ച് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ മുൻ ചെയർമാനും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അരയി കാർത്തിക 18-ാം വാർഡ് തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് അരയി പാലക്കാൽ CPIM ബ്രാഞ്ച് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ VV രമേശൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എന്നിട്ടും അവസാനിപ്പിച്ച് കൃഷിഭൂമി കൃഷിക്കാരനെ കൊടുത്തപ്പോൾ ഈ ജില്ലയിലാണ് രക്തസാക്ഷികളായി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 50 കൃഷിഭൂമി കൃഷിക്കാരന് ജോസഫ് പുന്നശ്ശേരി മാഷ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം. അന്നാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് സ്ഥാപിച്ചത്. 57-ലാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്. നമ്മുടെ ജില്ലയിൽ സർക്കാർ കോളേജ് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ് വന്നിട്ടുണ്ടോ? ഇടതുപക്ഷം വന്നപ്പോഴേ വന്നിട്ടുള്ളൂ. 57 EMS വന്നപ്പോൾ കാസർഗോഡ് കോളേജ്, 67 EMS വന്നപ്പോൾ ഞാൻ പഠിച്ച കാഞ്ഞങ്ങാട് കോളേജ്, 67 തന്നെയാണ് നമ്മുടെ പോളിടെക്നിക് വന്നത് കാഞ്ഞങ്ങാട്. പിന്നെ ഉന്നത വിദ്യാഭ്യാസം വന്നത് എപ്പോഴാണ്? നായനാർ വന്നപ്പോൾ എടേരിയിലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും കോളേജ് വന്നു. അവിടെയൊക്കെ നമ്മുടെ കൃഷിഭൂമി SFIയും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ഈ കോളേജുകൾ അതിനുശേഷം 80-ൽ വന്ന കോളേജുകളാണ്. അതിനുശേഷം കോളേജ് വന്നപ്പോ ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ പുതുമയിലും കരിങ്കാലത്തും കോളേജ് വന്നത്. പോളിടെക്നിക്കും പെരിയയിലും തൃക്കരിപ്പൂരും പോളിടെക്നിക് വന്നത്. ഇതാണ് ഇടതുപക്ഷം. കോളേജ് നമ്മുടെ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസം രംഗത്ത് വന്ന കോളേജുകൾ എപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഈ സമയത്താണ് ഇതെല്ലാം ആലോചിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഈ ജില്ലക്കകത്ത് അല്ലേ? MBBS പഠിക്കാം എന്ന ജില്ലയിൽ. മെഡിക്കൽ കോളേജ് കാസർഗോഡ് കഴിഞ്ഞ മാസമാണ് ക്ലാസ് തുടങ്ങിയത്. ഒരു കുട്ടിക്ക് MBBS പഠിക്കാൻ ജില്ലക്ക് പുറത്തു പോകണ്ട. ചടങ്ങിൽ ബൂത്ത് കമ്മിറ്റി ചെയർമാൻ PK നികേഷ് അധ്യക്ഷത വഹിച്ചു. KK വത്സലൻ, PP രാജു, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, K അമ്പാടി, UK ജയപ്രകാശ്, KV മോഹനൻ, 18-ാം വാർഡ് സ്ഥാനാർത്ഥി വിജയൻ മണക്കാട്ട് എന്നിവർ സംസാരിച്ചു. ബൂത്ത് കമ്മിറ്റി കൺവീനർ KV മായാകുമാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ഭാരതീയ ജനതാ പാർട്ടി കാട്ടുകുളങ്ങര അജാനൂർ പഞ്ചായത്ത് 12ാം വാർഡ് തെരഞ്ഞെടുപ്പ് വാർഡ് തല കൺവെൻഷൻ നടന്നു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി കാട്ടുകുളങ്ങര അജാനൂർ പഞ്ചായത്ത് 12ാം വാർഡ് തെരഞ്ഞെടുപ്പ് വാർഡ് തല കൺവെൻഷൻ കാട്ടുകുളങ്ങര NSS കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടേഴ്സ്മാരാണ്. അതേപോലെ വോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? വികസനം കണ്ടിട്ടാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ 60 വർഷമായിട്ട് ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ള LDF പിന്നെ UDF ഇവിടെ എന്താണ് വികസനം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം സെൻട്രലിൽ നമുക്ക് വികസനം പറയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കാത്ത അത്ര വികസനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഏതൊരു വ്യക്തി മീൻസ് ഒരു ലാസ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്കും പോലും ഇവിടെ എന്തെങ്കിലും ഒരു സ്കീംസ് കിട്ടണം വിചാരിച്ചുകൊണ്ടാണ് എല്ലാം ആ ഗ്രൂപ്പുക്ക് വേണ്ടിയിട്ട് യൂത്ത് ആവട്ടെ, വുമൻ ആവട്ടെ, അതേപോലെ സീനിയർ സിറ്റിസൺ ആവട്ടെ, ഫാമേഴ്സ് ആവട്ടെ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്കീംസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ ആ സ്കീംസിനെ കുറിച്ച് ഞാനൊന്ന് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തൊട്ടിട്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ ആവട്ടെ, ആയുഷ്മാൻ ഭാരത് ആവട്ടെ, സുകന്യ സമൃദ്ധി യോജന ആവട്ടെ, കിസാൻ സമ്മാൻ നിധി ആവട്ടെ, അതേപോലെ ജൽജീവൻ മിഷൻ ആവാസ് യോജന, ഉജ്ജ്വല യോജന, ഉജാല യോജന, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്രാ ലോൺ, ഇനി എന്തൊക്കെയെല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ആവുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞെങ്കിൽ ചില സ്കീമുകൾ നമുക്ക് ഇംപ്ലിമെന്റ് ആവാൻ സാധിക്കുന്നില്ല. സുരേഷൻ കപ്പണക്കാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി N ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൗത്ത്, സെക്രട്ടറി P പത്മനാഭൻ, പഞ്ചായത്ത് ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് പ്രസാദ് മിഥില, മണ്ഡലം സെക്രട്ടറി M പ്രദീപ് കുമാർ, വാർഡ് മെമ്പർമാരായ ശ്രീദേവി R, രേണുക പള്ളോട്ട്, OBC മോർച്ച ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ PV, CV ഗിരീഷ്, ബാബു കപ്പണക്കാൽ, പ്രകാശൻ എക്കാൽ എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി 12ാം വാർഡ് ഷീല പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പടന്നയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് UDF-ൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം. കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണ പോരാട്ടം കടുക്കും. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ്, പ്രതീക്ഷയോടെ BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുക്കി കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ത്രിതല പഞ്ചായത്തുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ നൽകി. KEWSA കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PV രാഗേഷ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KMCC വുമൺ ഓഫ് വിഷൻ നേതൃത്വ ശാക്തീകരണ ശില്പശാല സംഘടിപ്പിച്ചു. യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. അരയി കാർത്തിക 18ാം വാർഡ് തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് അരയി പാലക്കാൽ CPIM ബ്രാഞ്ച് ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.